ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് ഒരു കാരണവശാലും ആരും കാണാതിരിക്കരുത്. ഓരോ ബിഗ് ബോസ് ഫാൻസും തീർച്ചയായിട്ടും കണ്ടിരിക്കണം. രാവിലെ മുതൽ ഇപ്പോഴും വരെ ലൈവില് പൊരിഞ്ഞ അടി ബഹളം ഒന്നും പറയേണ്ട സംഭവ ബഹുലം തന്നെയാണ്. അതിനിടയിൽ നമ്മുടെ നിവിൻ ഷോ ക്വിറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. അനുമോളും ജിസയിലും തമ്മിൽ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവുന്നു. ആകെ കൂടി പ്രശ്നങ്ങളായിരുന്നു. രാവിലെ അറിയാമല്ലോ, ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. രാവിലെ നമ്മുടെ ജിസയിൽ ലിപ്സ്റ്റിക് ഇട്ട് വെക്കുന്നു പറഞ്ഞ് അനു നേരെ ചാടി കയറി ലിപ്സ്റ്റിക് തുടയ്ക്കാനാണെന്ന് പറഞ്ഞ് ടിഷ്യൂ എടുത്ത് ഇങ്ങനെ തുടയ്ക്കാൻ വരുന്നു. അത് നമ്മുടെ ജിസയിലിന്റെ ഇവിടെ ഇങ്ങനെ കൊള്ളുന്നു. അതിനുശേഷം ഒരൊറ്റ തള്ളു ജിസയിൽ അനുമോളിനെ എടുത്തിടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ജിസയിൽ കടന്ന് ഭയങ്കര കരച്ചിലാണ്. അനുവിനെതിരെ ആക്ഷൻ എടുക്കണം, എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ ചുണ്ടിൽ തൊട്ടു, എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ ലിപ്സ്റ്റിക് ഇവിടെ മായ്ക്കാൻ ആര്, എന്നെ അടിക്കാൻ ആരെന്നും പറഞ്ഞിട്ട് രാവിലെ മുതൽ കടന്ന കരച്ചിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെവിനും അതിന്റെ പുറകെ ആയിട്ട് അനുവിനെ ഇപ്പൊ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്യും പറഞ്ഞ് മൈക്ക് ഊരി മാറ്റുന്നു. ബിഗ് ബോസിനെ ത്രട്ടൻ ചെയ്യുന്നു. അതിനുശേഷം നേരെ ജിസയിലിനെയും അനുമോളെയും ഒരുമിച്ച് കൺഫെഷൻ റൂമിലേക്ക് നമ്മുടെ ബിഗ് ബോസ് വിളിക്കുകയാണ്. ഒരുമിച്ച് വിളിച്ചതിന് ശേഷം രണ്ടുപേരുടെയും ഭാഗം ബിഗ് ബോസ് നന്നായിട്ട് കേൾക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ ഒരു നടപടി എടുത്തിരിക്കുന്നതായിരിക്കും. അപ്പൊ ഉടനെ ജിസയിൽ ചാടി, അതെന്താ ബിഗ് ബോസ് ഇപ്പൊ എടുക്കാത്തത്? ഓൾറെഡി കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ച എന്നെ ഇതുപോലെ അടിച്ചതാണ്, അന്ന് നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് വിട്ടു, ഇപ്പോഴും ആക്ഷൻ എടുക്കാത്ത എന്താണെന്ന് പറഞ്ഞ് ജിസയിൽ ബിഗ് ബോസിനോട് തിരിച്ച് ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞ് ഉറപ്പായിട്ടും നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ടീമാണ്, ഒരു വലിയൊരു ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാവരും കൂടി തെരഞ്ഞെടുത്തിട്ട് അവരെല്ലാവരും കൂടി ഒരു ഡിസിഷൻ മേക്ക് ചെയ്തതിന് ശേഷം ഈ ആഴ്ചത്തെ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് നിങ്ങളെ മുമ്പിൽ വെച്ച് പറയുന്നതായിരിക്കും. അതായത് രണ്ടുപേരെയും പുറത്താക്കണം. അതിനിടയിൽ ബിഗ് ബോസ് പറയുന്നത് രണ്ടുപേരുടെയും ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അനു അങ്ങനെ ചെയ്തെങ്കിൽ ജിസയിൽ ഇങ്ങനെ പുഷ് ചെയ്യാനും പാടില്ല. സോ പുറത്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ രണ്ടുപേരെയും പുറത്താക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് ശിക്ഷയില്ല. ജിസയിൽ പറഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല, പക്ഷെ എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ. സോ എന്തായാലും ഈ വീക്കെൻഡിൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഉറപ്പായിട്ടും ഇവർക്കെതിരെയുള്ള ആക്ഷൻ ഉണ്ടായിരിക്കും. പുറത്താക്കലാണോ അതോ ഓൾറെഡി, കാരണം നെവിൻ ഇന്ന് പുറത്ത് പോയൊക്കെയാണ്. സോ പുറത്താക്കൽ ഉണ്ടാകുമോ അതോ ചിലപ്പോൾ ഇനി കംപ്ലീറ്റ് സീസണിലേക്ക് നോമിനേഷനിലേക്ക് ഇവർ രണ്ടുപേരും എടുത്തിടുവോ, അതല്ലെങ്കിൽ വരുന്ന ആഴ്ചയിലേക്ക് നോമിനേഷനിലേക്ക് മാറ്റുമോ എന്നുള്ളതെല്ലാം നമുക്ക് വീക്കെൻഡിൽ വരുമ്പോൾ കാണാം. ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബിഗ് ബോസ് ടീം എല്ലാ ഹൗസ് മേറ്റ്സിനെയും വിളിച്ചിരുത്തുന്നു. അതിനുശേഷം നെവിനോട് ചോദിക്കുകയാണ്, നെവിൻ എന്താ പ്രശ്നം? നെവിൻ ഇവിടെ മൈക്ക് ഇടുന്നില്ല, ഇവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല, നെവിൻ രാവിലെ മുതൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക, എന്താ റീസൺ? അപ്പം ഉടനെ നെവിൻ എണീറ്റ് എന്ന് പറയുന്നു, എനിക്ക് അനുമോളെ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കിയിരിക്കണം, അനുമോളിനെ പുറത്താക്കിയില്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇവിടുന്ന് ക്വിറ്റ് ചെയ്യണം. ബിഗ് ബോസിനത് സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ബിഗ് ബോസിനോട് റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് തോന്നുമല്ലോ. സോ അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ഇതും അടിയും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമില്ലല്ലോ, ഇത് വേറൊരു വിഷയമില്ല. അത് തീർച്ചയായിട്ടും അവർ വിളിച്ച് സംസാരിക്കും, അതിനുശേഷം നടപടി എടുത്തിരിക്കും. ഇതിന് പുള്ളിക്കാരൻ കൺവിൻസ് ഇല്ലാതെ. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ചോദിച്ചു ഉടനെ, അങ്ങനെയാണെങ്കിൽ ക്വിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ക്വിറ്റ് ചെയ്യാൻ തയ്യാറാണ്, ഇതിപ്പോ ഫൈനൽ ഡിസിഷൻ ഇപ്പൊ എടുത്തോണം. അപ്പൊ പുള്ളിക്കാരൻ ഉടനെ അറിയാലോ, ഒരു ഇത് ട്രിഗർ ചെയ്ത് നിൽക്കുന്ന ഒരു ഹീറ്റ് ഓഫ് ദ ആർഗ്യുമെന്റും ഹീറ്റ് ഓഫ് ദ മൊമെന്റും ആണ്. സോ പുള്ളിക്കാരൻ ഓൺ സ്പോട്ട് പറഞ്ഞു ഇല്ല ഞാൻ നിൽക്കുന്നില്ല, പുറത്തു പോവുകയാണ്. അപ്പൊ തന്നെ ബിഗ് ബോസ് ഡോറ് തുറക്കുന്നു. ഉടനെ നമ്മുടെ നിവിൻ പുറത്ത് ചാടി പോവുകയാണ്. അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ആദിലയും നൂറയും നിവിനും തമ്മിൽ വലിയൊരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. ആദിലയുടെയും നൂറയുടെയും LGBT കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ട് ഏതെങ്കിലും തരത്തിൽ അവർക്ക് വേണ്ടി, അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും കാര്യം ഇവിടെ നിങ്ങൾ രണ്ടുപേരും ചെയ്തു എന്നും പറഞ്ഞ് കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞ് ആദിലയും നൂറയ്ക്കെതിരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നിവിൻ. അതിനെ തുടർന്ന് ആദിലയും നൂറയും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു, ഞങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം, നീ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ഇതാണെന്ന് പറഞ്ഞ് നമ്മുടെ നെവിനെതിരെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചായിരുന്നു. സോ ബിഗ് ബോസ് ഫൈനൽ ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് ആദിലയും നൂറയും നല്ലപോലെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് നമ്മുടെ നിവിൻ ആ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ ജിസയിൽ കിടന്ന് കരയാണ്. കാരണം ജിസയിലിന്റെ കൂടെ ഒരു കാരണം കൊണ്ടാണല്ലോ നമ്മുടെ നെവിൻ പുറത്തു പോകേണ്ടി വന്നത്. അതിനുശേഷം ഇവരെല്ലാരും ഗ്യാങ് ആയിട്ടിരുന്ന് ഇതിനെല്ലാം ഉത്തരവാദി അനുമോളാണെന്ന് പറഞ്ഞു വിടുന്നു. അവിടെ ഇരുന്ന് നമ്മുടെ അക്ബറിന് എന്താന്ന് എനിക്ക് അറിയത്തില്ല. അക്ബറിന് ഫസ്റ്റ് വാർണിംഗ് ഒക്കെ കിട്ടിയിട്ടൊക്കെ മറന്നിട്ടുണ്ട്. ഇപ്പോഴും തീട്ടം, ഫ്രോഡ്, തീട്ടക്കുഴി എന്തൊക്കെയോ അനുവിനെ കിടന്ന് വിളിക്കുന്നുണ്ട്. ഭയങ്കര ഇറിറ്റേറ്റീവ് ആയിട്ടാണ്. എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നു. അത് ഓൾറെഡി വാർണിംഗ് കിട്ടിയതാണ്. വീണ്ടും എല്ലാവരും നമ്മുടെ അനുമോളിന് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞേക്കാണ്. ആദിലയും നൂറയും ഷാനവാസും ഒക്കെ മാത്രമാണ് കുറച്ച് പേരാണ് ഇപ്പോഴും നമ്മുടെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴും വരെ ലൈവിൽ നടന്നേക്കുന്നത്. ഇനി എന്താണ് നടക്കുന്നത് എന്നുള്ളത് എപ്പിസോഡിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യും. നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ ബൈ.